അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഈ വർഷം മാർച്ചിലെ വാർഷിക പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. ഇങ്ങനെ ഒരു കുറിപ്പ് തന്നതിന് ശേഷം അതിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ ഒരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഈ വായനക്കുറിപ്പ് നമുക്ക് പാഠഭാഗത്ത് തന്നിട്ടുള്ള വായനക്കുറിപ്പ് ആയിരിക്കില്ല, പാഠപുസ്തകത്തിന് പുറത്തു നിന്നുള്ള ഒരു വായനക്കുറിപ്പായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതുക എന്ന് നോക്കാം. വായനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ വായനക്കുറിപ്പുമായി ബന്ധപ്പെട്ട് എഴുതേണ്ട ഈ 5 ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വായനയ്ക്കായി തന്നിരിക്കുന്ന ഭാഗം വായിക്കുക. മനസ്സിലായ ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ തന്നെ അടയാളപ്പെടുത്തുക. വായനക്കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായെങ്കിൽ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് 1 അല്ലെങ്കിൽ 2 എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി ചോദ്യപേപ്പറിൽ അടയാളപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഈ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. ആദ്യത്തെ വായനയിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വായിക്കുക. അങ്ങനെ ആ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ചോദ്യം നേരിട്ട് ഉത്തരം ഇല്ലാത്തതായിരിക്കും. അതായത് ഈ ഭാഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വായനക്കുറിപ്പ് വീണ്ടും വായിക്കുക, അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാ ഉത്തരങ്ങളും കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉത്തരം ആൻസർ പേപ്പറിൽ എഴുതേണ്ടത്. ഈ രീതിയിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും.